ഇനി ഡാർവിനിസം, അടുത്തൊരു തിയറിയാണ്, തിയറി ഓഫ് എവല്യൂഷൻ ആണ് ഡാർവിനിസം. ഇതൊരു ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഡാർവിൻ, കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചാൾസ് ഡാർവിൻ ആളാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ ലാമാർക്കിസം നമ്മുടെ ജിറാഫിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡാർവിനിസം ഗാലപ്പാഗോസ് ഫിഞ്ചസിലായിരുന്നു. ഗാലപ്പാഗോസ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്. ആ ഐലൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ഒരു ആളുടെ യാത്ര, ഒരു കപ്പൽ യാത്രയായിരുന്നു, ആ യാത്രേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു ചെറിയ ബോക്സ് ആയിട്ട് നിങ്ങളുടെ ബുക്കിലുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ആൾ പോയ കപ്പലും കപ്പലിൻ്റെ പേരും ഒക്കെ ഉണ്ട് അതിൽ. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. 20-ൽ കൂടുതൽ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ ഗാലപ്പാഗോസ് ഐലൻഡിലുള്ള ഫിഞ്ചസ്, ചെറിയ ചെറിയ പക്ഷികൾ, അവരിലാണ് നമ്മുടെ ഡാർവിനിസം നടത്തിയത്, അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്ന തിയറി വന്നത് ആ ചെറിയ ചെറിയ പക്ഷികളിൽ നടത്തിയ സ്റ്റഡീസിലാണ്, അല്ലെങ്കിൽ അവരെ നോക്കിയിട്ട് അവരെ എക്സാമിൻ ചെയ്തിട്ടാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഇത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് ചെന്നപ്പോൾ ഗാലപ്പാഗോസ് ഐലൻഡിൽ ചെന്നപ്പോൾ ഒരുപാട് പക്ഷികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ പക്ഷികൾ ഇൻസെക്ടിവോറസ് ആയിരുന്നു. അതായത് ഇതുപോലെ ഇൻസെക്റ്റുകളെ ഭക്ഷിക്കുന്ന ടൈപ്പിലുള്ളതായിരുന്നു. ചെറിയ പ്രാണികൾ, അതുപോലെ ചെറിയ ചെറിയ തുമ്പികൾ, അങ്ങനെയുള്ള ചെറിയ ഇൻസെക്റ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ഇൻസെക്റ്റുകളെ ഭക്ഷിക്കുന്ന ടൈപ്പ് ഫിഞ്ചസ് അവിടെ ഉണ്ടായിരുന്നു. ഇൻസെക്ടിവോറസ് ഫിഞ്ചസ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. അവരുടെ ബീക്ക്, അവരുടെ കൊക്കിനെയാണ് ആൾ ശ്രദ്ധിച്ചത്. ഡാർവിൻ ശ്രദ്ധിച്ചത് അവരുടെ കൊക്കായിരുന്നു. ഓക്കെ, അവരുടെ കൊക്കുകൾ ചെറിയ കൊക്കുകളായിരുന്നു. ഇവരെയൊക്കെ നോക്കി, ഇതൊക്കെയാണ് ഇൻസെക്ടിവോറസ്, ഇതിൻ്റെയൊക്കെ കൊക്കുകൾ ചെറുതായിരുന്നു. Those that feed on cactus plants have long and sharp beaks. കാക്ടസ് പ്ലാന്റുകൾ, കള്ളിമുൾ ചെടികളല്ലേ, അതാണ് കാക്ടസ് പ്ലാന്റുകൾ. അത് ഭക്ഷിക്കുന്ന ടൈപ്പ് കിളികളാണെങ്കിൽ അവരുടെ ബീക്കുകൾ, അവരുടെ കൊക്കുകൾ നീളമുള്ളതും ഷാർപ്പ് എഡ്ജായിട്ടുള്ളതുമായിരുന്നു. കാക്ടസ് പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഫിഞ്ചസിൻ്റെ ആണെങ്കിൽ. ഇനി നമ്മുടെ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിയിട്ട് അതിൽ നിന്ന് ഓരോന്നിനൊക്കെ കഴിക്കുന്ന ടൈപ്പ് പക്ഷികളുണ്ടായിരുന്നു. അവരുടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ബീക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളത്? മരത്തിൻ്റെ ഇതിനൊക്കെ കൊത്തി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നല്ല ഷാർപ്പായിട്ടുള്ള ബീക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ കൊത്തിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മരം കൊത്തിയൊക്കെ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല മരത്തമ്മ കൊത്തുക. ഇപ്പോൾ പൊന്മയൊക്കെ കാണിക്കുന്ന കാണാം. പൊന്മ അല്ലെങ്കിൽ മൈനകളൊക്കെ മരത്തമ്മലൊക്കെ ചെന്ന് കൊത്തിയിട്ട് മരത്തമ്മലൊക്കെ ചെറിയ ചെറിയ പൊത്തുകൾ ഉണ്ടായിരിക്കും. അതിലൊക്കെ വേംസ്, പുഴുക്കളും മറ്റൊക്കെ താമസിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അവിടെ ഉണ്ടായിരിക്കും. അതിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മരം കൊത്തി എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട കഴിക്കാൻ. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഷാർപ്പായിട്ടുള്ള ബീക്കുകളുള്ളത്. ഇനി ഗ്രൗണ്ട് ഫിഞ്ചസ് ഉണ്ടായിരുന്നു. മീൻസ് താഴെ മാത്രം ഇങ്ങനെ നടക്കുന്ന, അധികം പറക്കാത്ത, താഴെ മാത്രം ഇങ്ങനെ നടന്നിട്ട് കുഞ്ഞു കുഞ്ഞു വിത്തുകളൊക്കെ എടുത്ത് കഴിക്കുന്ന ടൈപ്പ് ഫിഞ്ചസ് ഉണ്ടായിരുന്നു. അവരുടെ ബീക്കുകളാണെന്നുണ്ടെങ്കിൽ വലിയതായിരുന്നു. ഓക്കെ, ഗ്രൗണ്ട് ഫിഞ്ചസ് ദാറ്റ് ഫീഡ് ഓൺ സീഡ്സ് വിത്ത് ലാർജ് ബീക്സ് വർ ഓൾസോ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ ഡാർവിനിസം പറയുന്ന പല ടൈപ്പ് ഫിഞ്ചസിനെ അവിടെ കാണാൻ പറ്റി. ഗാലപ്പഗോസ് ഐലൻഡിൽ കാണാൻ പറ്റി. പക്ഷേ അവരുടെ എല്ലാവരുടെയും ഒരു രൂപം കണ്ടപ്പോൾ മനസ്സിലായി ഇവരെല്ലാവരും വന്നിട്ടുള്ളത് ഒരൊറ്റ കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബേർഡിൽ നിന്നാണ് ഇവരെല്ലാവരും എവല്യൂഷൻ നടന്ന് വന്നിട്ടുള്ളത്. അത് ഇൻസെക്ടിവോറസ് ആയിട്ടുള്ളതിൻ്റെ ആണെങ്കിൽ, അതായത് ഭക്ഷണത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് എണ്ണം പക്ഷികളായപ്പോൾ പല പല ടൈപ്പ് ഫുഡുകൾ അവർ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് ഡാർവിനിസം പറയുന്നത്.